ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കണം ഒരുപാട് ടേസ്റ്റുള്ള ഒരു പായസ റെസിപ്പിയാണ് ഷെയർ ചെയ്യണത് കേട്ടോ. കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തേങ്ങാപ്പാൽ എടുക്കുന്ന കുറച്ചൊരു ടൈം അത്രയേ ഉള്ളൂ. തേങ്ങാപ്പാൽ എടുക്കാനും ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഈസിയാണ്. അപ്പോൾ ഈ പായസത്തിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ 20 ഈത്തപ്പഴം കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സോഫ്റ്റായി കിട്ടാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഏകദേശം ഈന്തപ്പഴത്തിനൊപ്പം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് കുതിരട്ടെ അവിടെ ഇരുന്നിട്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്ത് വേണം, പിന്നെ ഒരു പീസ് ശർക്കര, ഒരു ചെറിയ പീസ് ചുക്ക്, 8 ഏലക്കായ, ഒരു പിഞ്ച് ചെറിയ ജീരകം. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് ബിരിയാണി അരി എടുത്തിട്ടുണ്ട്. കൈമ റൈസാണിത്. ഇത് തന്നെ വേണമെന്നില്ല, ഏത് ബിരിയാണി അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതിന് പകരം ഉണക്കല്ലരി ആയാലും മതി. അപ്പം ഞാനിത് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചതാണ്. പിന്നെ ഞാൻ 2 ചെറിയ തേങ്ങ ചിരവി അതിലെ 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ട്. ഇത് 2.5 കപ്പ് 2/2 പാലാണ്. ഇത് 1.5 കപ്പ് 1/4 പാലുമാണ്. നേരത്തെ ബിരിയാണി അരിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്കിത് പശുവിൻ പാലിലും ഉണ്ടാക്കാം. പക്ഷേ തേങ്ങാപ്പാലിലാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നെയ്യ് വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം കുതിർത്ത് വെച്ച ഈ അരി ഒന്ന് വേവിച്ചെടുക്കണം. അത്യാവശ്യം വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കുതിരാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതോടുകൂടെ തന്നെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നൈസായിട്ട് അരഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇടയ്ക്കൊക്കെ പീസ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഈത്തപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞാനിതിന് മുൻപിട്ടിട്ടുള്ള ഈത്തപ്പഴം പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ. അരി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഒന്നുകൂടെ ആവണം കേട്ടോ. നന്നായി വെന്ത് ഉടയണത് വരെ വേവണം. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ ചുക്കും ഏലക്കായും ജീരകമൊക്കെ പൊടിച്ചെടുക്കുക. അത് കുറച്ച് വലിയ പീസ് ചുക്കാണ്, അപ്പോൾ ഇത്ര തന്നെ വേണ്ട. ഇതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ. ചുക്ക് കൂടി കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. അപ്പോൾ നമുക്ക് പാകത്തിന് തന്നെ എടുത്താൽ മതി. ഇത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഈ റൈസിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാകം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഈ പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണിത് ഒഴിവാക്കുന്നത്. ചൂടായ പാനിലേക്ക് ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി അത് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടല്ലോ ഈത്തപ്പഴം, അത് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് വഴറ്റാം. ഈത്തപ്പഴത്തിൽ നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വേറെ കൂടുതലായിട്ട് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കണ്ട. ഈ ഒരു പീസ് ശർക്കര മാത്രം മതി. എന്നാൽ തന്നെ നമ്മുടെ പായസത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നിറം തന്നെ മാറിയത് കണ്ടില്ലേ. ശർക്കര കുറച്ചുകൂടെ മെൽറ്റാവാനുണ്ട്. അത് നമ്മളിനി ചോറും തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുന്ന സമയത്ത് മെൽറ്റായിക്കോളും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ചൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേവിച്ച് ചേർത്തിട്ടുള്ള റൈസും ഈത്തപ്പഴം തമ്മിൽ നന്നായി മിക്സ് ആവണം. അപ്പോൾ ഇത് നന്നായി മിക്സ് ആവുകയും ചെയ്തിട്ടുണ്ട്, തിളച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കണം.
ഈ പായസത്തിൽ അരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഗോതമ്പ് നുറുക്കും വേവിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏതാണ് താല്പര്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വേവിച്ച് ചേർക്കാം. ഇപ്പോൾ ഞാൻ 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി തിളയ്ക്കണ്ട, നന്നായി തിളച്ച് മറിയണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകവും ഏലക്കായൊക്കെ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ. തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആക്കി ഇടണം. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തിട്ട് ഗോൾഡൻ നിറമാകുന്നത് വരെ ഫ്രൈ ആക്കണം. 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് എടുത്തിട്ടുള്ളത്. ചിലർക്ക് ഈ തേങ്ങ പായസത്തിൽ കടിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെ ഉള്ളവർക്ക് ഇത് അളവ് കുറയ്ക്കാം കേട്ടോ. ചിലർക്ക് കൂടുതലായിട്ട് ഇടയ്ക്ക് കടിക്കുന്നതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള അപ്പോൾ ഈ തേങ്ങാക്കൊത്തൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ഈത്തപ്പഴ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. നമ്മൾ കടലപ്പരിപ്പൊക്കെ വേവിച്ച് അത് നെയ്യിലൊക്കെ വഴറ്റി ഉണ്ടാക്കി അങ്ങനെയൊന്നും വേണ്ട. ഇത് വളരെ വേഗത്തിൽ നമുക്ക് പിന്നെ ബിരിയാണി അരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, കൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ, താങ്ക് യു.